ഇന്നത്തെ കുട്ടിക്കലാശം ആദ്യ അവസാനം കണ്ട നമ്മുടെ വാർത്താ സംഘത്തിലെ മുൻനിരക്കാരനാണ് ദീപക് തർമ്മണം. തത്സമയം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വളരെ നമുക്ക് ആർക്ക് അനുകൂലമാകും നിലമ്പൂർ എന്ന് വിധിയെഴുതാൻ കഴിയാത്ത രീതിയിലുള്ള കുട്ടിക്കലാശമാണ് ഇന്ന് അരങ്ങേറിയത്. PV അൻവർ വ്യത്യസ്തമായ പാത സ്വീകരിച്ചു, അത് വേറൊരു വഴി. എന്താണ് ഈ നിലമ്പൂരിൽ നിന്ന് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? SKN കാടേറെയുള്ള പ്രദേശമാണ് നിലമ്പൂർ. കാടടച്ചുകൊണ്ടുള്ള പ്രചരണമാണ് യഥാർത്ഥത്തിൽ എല്ലാ മുന്നണിയും നടത്തിയത്. അതായത് 3 മുന്നണിയും അതുപോലെ തന്നെ PV അൻവറും നടത്തിയത് എന്നുള്ളതാണ് വസ്തുത. അതായത് പ്രചരണത്തിൻ്റെ എല്ലാ സാധ്യതയും സങ്കേതങ്ങളെയും കൃത്യമായി പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചാലിയാറിൻ്റെ പരപ്പും അതുപോലെ തന്നെ തേക്കിൻ്റെ കാതലുമുള്ള പ്രചരണ രീതിയായിരുന്നു. പ്രചരണത്തിനിടയിൽ ക്ലൈമാക്സുകളും ആൻറ്റി ക്ലൈമാക്സുകളും മറിയുന്നത് നമ്മൾ കണ്ടിരുന്നു. ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ, സന്ദർശനങ്ങൾ, കൂടിക്കാഴ്ചകൾ, അതുപോലെ തന്നെ ചില കൂട്ടുകെട്ടിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം, ഭരണ അനുകൂല വികാരം, ഇതിനെ ചൊല്ലി തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. മത്സരം ആര് തമ്മിലാണ് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറയാൻ സാധിക്കും. UDF-ഉം LDF-ഉം തമ്മിലാണ് എന്നുള്ളത്. പക്ഷേ PV അൻവറും ഗണ്യമായൊരു വോട്ട് പിടിക്കും എന്നുള്ളതാണ്. NDA ആണെങ്കിൽ ആദ്യം BJP സ്ഥാനാർത്ഥി വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് കളം പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവർ. പുതിയ ഒരു ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ 3 മുന്നണികൾ ഒപ്പം PV അൻവർ പ്രചരണത്തിൽ ഇവരെല്ലാം ഒപ്പത്തിനൊപ്പമായിരുന്നു. പക്ഷേ എന്നാൽ അങ്കത്തട്ടിൽ അടരാടുന്നത് അല്ലെങ്കിൽ ജയപരാജയങ്ങളിൽ ആർ തമ്മിൽ എന്ന് ചോദിച്ചാൽ അത് ഷൗക്കത്തും M സ്വരാജും തമ്മിലാണ് എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല SKN ഇന്ന് പ്രചരണത്തിൻ്റെ രീതി, കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മുൻപ് M സ്വരാജ് എത്തുന്നു, ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നു. M സ്വരാജിനെ വ്യത്യസ്തനായ ഒരു M സ്വരാജായി ഇന്ന് നമ്മൾ പ്രചരണ മുഖത്ത് കണ്ടു. കുട്ടികളെ തട്ടിയെടുക്കുന്ന, എല്ലാവരെയും കൈ പിടിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്യുന്ന, ഇതുപോലെ കൂടുതൽ വർദ്ധിത വീര്യത്തിൽ കോൺഫിഡൻസിലായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെയും കണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂരിലെ വിധി ഇപ്പോൾ പെട്ടിയിലേക്കാകും മുൻപ് പ്രവചനാതീതം എന്ന വിലയിരുത്തലിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ എത്തേണ്ടി വരും. പ്രചരണം കൊട്ടിക്കലാശി കഴിയുമ്പോൾ ഇനി നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ രാവിലെ മുതൽ ജനവിധി എഴുതുകയാണ്. ആ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും UDF-ഉം LDF-ഉം നെക്ക് ഫൈറ്റിലാണ് നിലമ്പൂർ എന്ന് SKN. ദീപക് തർമ്മണമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.